ഗവർണർ സർക്കാർ പോര് എന്നത് അത് പല രീതിയിലേക്കും വഴിമാറി. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഗവർണറും SFIയും തമ്മിലുള്ള പോരാണ്. ഗവർണറെ വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന ഭീഷണിയാണ് SFI മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഗവർണറെ തിരുവനന്തപുരത്ത് 4 വെച്ചാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. അതിൽ പേട്ടയിൽ വെച്ചാണെന്ന് തോന്നുന്നു അവസാനം തടഞ്ഞപ്പോൾ ഗവർണർ തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി വരികയും അവിടെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ജയിലിലാണുള്ളത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഗവർണറെ ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണി മുഴക്കിയത്. ഗവർണർ എന്തായാലും ആ ഭീഷണി കേട്ട് ഭയക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു പടി കൂടി മുന്നിലേക്ക് ചിന്തിക്കുന്ന ആളാണ്. നാളെ മുതൽ 2 ദിവസം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനും കോഴിക്കോടുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനും ഒക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ഭീഷണി കൂടി വന്ന സ്ഥിതിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ, ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇത് സമാനതകളില്ലാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഗവർണർക്ക് ആവശ്യമായ സംരക്ഷണം, സെക്യൂരിറ്റി നൽകുന്നതിനുള്ള പെടാപ്പാടിലാണ് പോലീസുകാർ. എന്തായാലും SFI ഈ ഭീഷണി വാക്കിലൂടെ മുഴക്കിയ അവരുടെ നിലപാട് ഇനി എന്തായിരിക്കുമെന്നുള്ളതും ഈ പരിപാടിയെക്കുറിച്ചും അതൊക്കെ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ കൗതുകമുണ്ട് കേൾക്കാൻ. ഇത് പറയുമ്പോൾ പഴയ ഒരു രസകരമായൊരു പ്രയോഗമാണ് ഓർക്കുന്നത്. കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് 2 എന്ന് പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ ഞാനൊന്ന് ചൊറിഞ്ഞു അവൻ കയറി അങ്ങ് മാന്തി എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ കൂടെ കൊളോക്കിയലായിട്ട് അതിനെ പറയും. എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് കിട്ടിയിട്ട് വേണം എനിക്ക് കയറി മാന്താൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലുകളടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് ഗവർണർ നടത്തുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച വേറെ നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല. എങ്കിൽ പോലും അക്കാര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ആക്ടിവിറ്റി മുമ്പൊരിക്കലും അങ്ങനെ കാര്യമായി വളരെ നമ്മൾ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ ഗവർണർ പോര് കേരളം പോലെ ഈ വിധത്തിലുണ്ടാകുന്നത്. ഒട്ടും ആരോഗ്യകരമായ ഒന്നല്ല. ജനാധിപത്യത്തിന് നേരത്തെയും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഗവർണർ തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് അത്. ഈ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവർണർ എന്തെല്ലാം യുദ്ധങ്ങളാണ് സർക്കാരിനോട് നടത്തിയത്. നമുക്ക് താല്പര്യമില്ലാത്തൊരു സർക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗവർണർ പദവിയിൽ ഇവിടെ ഇരിക്കുന്നത്. കാര്യം ഞാൻ ഇതിനെ നലക്കി ഒലിപ്പിച്ചിട്ടേ പോകൂ എന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. കാര്യം അദ്ദേഹം BJP നോമിനിയാണ്. BJPക്ക് കേരളം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അത്ര താല്പര്യമില്ലാത്ത ഒന്നാണ്. ഇതുവരെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. BJPയുടെ നയങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ ഇതുവരെ കേരളം വഴിപ്പെട്ടിട്ടില്ല എന്ന കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോഴുള്ളൊരു പ്രശ്നവും അതിനകത്തുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഗവർണർ ഇടപെട്ടിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില അധികാരങ്ങളുള്ള, പ്രത്യേകിച്ചും കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള, കേന്ദ്രത്തിൻ്റെ നോമിനിയായിരിക്കുന്ന, ഒന്ന് ചൊറിഞ്ഞാലൊന്ന് മാന്താൻ തയ്യാറായിരിക്കുന്ന ഒരു ഗവർണറെ പ്രകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാണ് എന്നൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, നിലവിൽ വളരെ കുറച്ച് സമാധാനപരമായി പോകുന്ന ചില അന്തരീക്ഷങ്ങളുണ്ട്. നയത്തിൽ തന്ത്രത്തിൽ നിയമപരമായി ഗവർണറെ നേരിട്ട് കൊണ്ട് തന്നെ നയത്തിലും തന്ത്രത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും തൽക്കാലം കേരളത്തിന് നല്ലത് എന്നൊരു തോന്നലും കൂടെയുണ്ട്. അതിനിടയ്ക്കൂടെയാണ് ഈ പറഞ്ഞ SFIക്കാരുടെ ഒരു സമര പ്രകടനവും ഗവർണറുടെ മുണ്ടും മടക്കി കുത്തിയുള്ള ഇറക്കവും. മുണ്ടും മടക്കി കുത്തി എന്ന് ആലങ്കാരികമായിട്ട് പറയുകയാണ്. ഗവർണർ മുണ്ടെടുക്കുന്ന ആളല്ല. പലപ്പോഴും ഈ ഓണപരിപാടി അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ മുണ്ടെടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുണ്ടെടുക്കുന്ന സാധാരണ രീതിയിൽ അങ്ങനെ മുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ലല്ലോ. എങ്കിൽ പോലും നമ്മുടെ ഒരു നാടൻ പ്രയോഗം അനുസരിച്ച് മുണ്ടും മടക്കി കുത്തി തെരുവിൽ നേരിടാൻ ഇറങ്ങുന്നു, കം ക്രിമിനൽസ് എന്ന് അദ്ദേഹം വിളിക്കുന്നു. അതായത് ഞാൻ തെരുവ് ഗുണ്ടകളെ നേരിടാൻ ഇറങ്ങുന്ന ആളാണ് എന്ന മറ്റുള്ളൊരു പ്രകടനമൊക്കെ നടത്തി അതിനെ ഒരുപക്ഷെ സംഘപരിവാർ വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം കേരളത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.